അതിനെ ജ്ഞാനാഭാവം എന്തുകൊണ്ട് പറയുന്നു? കാരണം അവിടെ മറ്റൊരു ജ്ഞാനമില്ല. അതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ്, അവിടെ പേനയെക്കുറിച്ചുള്ള അറിവില്ല ആണ് പറയുന്നു. പേനയെക്കുറിച്ചുള്ള അറിവിന്റെ ഇല്ലായ്മയാണത്. അല്ലെങ്കിൽ പറയുന്നു എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിവില്ല. അറിവില്ല എന്ന് പറയുന്നത് എന്താണ്? ഒരറിവ്, അറിവില്ല എന്നറിയുന്നു. ഇതെല്ലാം വിജ്ഞാനങ്ങളാണ്. പക്ഷെ വിജ്ഞാനഘനമല്ല. ഇത്തരത്തിലുള്ള എല്ലാ അറിവുകളും അത് അറിവില്ലായ്മയുടെ രൂപത്തിലുള്ള അറിവായാലും ശരി, ഈ അറിവുകളെല്ലാം അസ്തമിച്ചിരിക്കുന്ന സ്ഥലം അത് വിജ്ഞാനഘനം. അത് നമ്മുടെ അനുഭവത്തിലുള്ളത് സുഷുപ്തി. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വിജ്ഞാനഘനമായി അറിയുന്നില്ല, മറിച്ച് നാനാജ്ഞാനങ്ങളായിട്ട് ശ്രവണം, മനനം, നിധ്യാസനം എന്നെല്ലാം പറയുന്നിടത്ത് നാനാതരത്തിലുള്ള അറിവുകളാണ്. ഒരറിവല്ല. അറിവ് അവിടെ മാറി മാറിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ ധരിക്കുന്നു എന്താണോ ഈ മാറ്റം ഇങ്ങനെ സംഭവിക്കുന്നത്, ഏകമായിരിക്കുന്നത്, അഭേദമായിരിക്കുന്നത് അത് വിജ്ഞാനഘനമാണ് എന്നൊരാൾക്ക് അറിയാൻ സാധിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അറിയുമ്പോഴും എന്തുവരുന്നു? അവിടെ അറിയുന്ന ജ്ഞാനം. അറിയുന്ന ജ്ഞാനത്തിന് വിജ്ഞാനഘനമെന്ന് പറയാൻ പറ്റത്തില്ല, അതിനെ വിജ്ഞാനമെന്ന് പറയാൻ പറ്റും. എന്നാൽ ഈ അറിവുകളെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ പറയുന്ന എന്താണ്? ഈ മാറുന്ന അറിവുകളെല്ലാം വിജ്ഞാനഘനമായ തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത് അറിവിന്റെ ആഭാസമാണ് എന്ന് പറയും. അവിടെ തത്വത്തിൽ ഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണോ സൂര്യന്റെ ആഭാസമാണ് അതിന്റെ ദീപ്തി, പ്രകാശം. അത് ഇതുവരെ ഭൂമി ഇതുവരെ എത്തുന്നുണ്ടെങ്കിലും ആ സൂര്യന്റെ ഗോളം, അതിന്റെ പ്രകാശം, ഇത് രണ്ടിനും പ്രകാശം എന്നുള്ള നിലയ്ക്ക് ഭേദമില്ല. സൂര്യഗോളം എന്ന് പറയുന്നത് ഭൂമിയിലെത്തിയിരിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് പ്രകാശം എന്നുള്ള നിലയ്ക്ക് ഭേദമില്ല. സൂര്യഗോളത്തിലെ പ്രകാശം ഒന്ന്, ഇവിടെ എത്തിയിരിക്കുന്ന പ്രകാശം മറ്റൊന്ന്, അങ്ങനെ ഒരു ഭേദമില്ല. പ്രകാശം എന്നുള്ള നിലയ്ക്ക് മറ്റ് ഭേദങ്ങൾ കാണും. അവിടെ ഉഷ്ണമുണ്ട്, ഇവിടെ ഉഷ്ണമില്ല, അതെല്ലാം കാണും. പക്ഷെ പ്രകാശസ്വരൂപം എന്നുള്ള നിലയ്ക്ക് ഭേദമില്ല. അപ്പോൾ പ്രകാശസ്വരൂപം എന്നുള്ള നിലയ്ക്ക് എന്താണ്? അത് പ്രകാശഘനമാണ്. പ്രകാശം എന്നുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഈ വിജ്ഞാന ആഭാസമായിരിക്കുന്ന എല്ലാ ജാഗ്രത സ്വപ്ന അനുഭവങ്ങളെല്ലാം വിജ്ഞാനം എന്നുള്ള നിലയ്ക്ക് അത് വിജ്ഞാനഘനമാണ്. അവിജ്ഞാനം എന്നുള്ള നിലയ്ക്ക് മാത്രം അവിടുത്തെ അതിനെ വിജ്ഞാനഘനമായി ഗ്രഹിക്കുന്നതിന് അവിടുത്തെ മാനസികമായ വൃത്തികളെല്ലാം ഒഴിവാക്കണം. അറിയുന്നു എന്ന് പറയുന്ന വൃത്തി അത് വിജ്ഞാനത്തിന്റെ ഒരു ആകാരമാണ്, അതൊരു വൃത്തിയാണ്. മനസ്സിന്റെ പരിണാമം കൊണ്ട് സംഭവിക്കുന്നതാണ്. അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു ആകാരം, അത് മനസ്സിന്റെ പരിണാമമാണ്. സംശയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ നമ്മൾ കരുതുന്നത് എന്താണ്? സൂര്യൻ വേറെ, അതിന്റെ പ്രകാശം വേറെ, അങ്ങനെ കരുതുന്നു. സൂര്യൻ ആകാശത്തിൽ നിൽക്കുന്നു, പ്രകാശം ഇവിടെ വന്നു എന്ന് വ്യവഹരിക്കുമ്പോൾ സൂര്യനെയും പ്രകാശത്തെയും വേറെയായിട്ട് നമ്മൾ കാണുന്നു. സൂര്യനിൽ നിന്ന് സഞ്ചരിച്ചിവിടെ എത്തിയ പ്രകാശം എന്നെല്ലാം പറയുന്നു. അതുപോലെ വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് വിജ്ഞാനാഭാസത്തെ കാണും. അങ്ങനെ ഒരനുഭവം, വിജ്ഞാനം വേറെ, വിജ്ഞാനാഭാസം വേറെ എന്ന് തോന്നുന്നു. വാസ്തവത്തിൽ വിജ്ഞാനം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ അങ്ങനെ തോന്നുന്നതിന് എന്താ കാരണം? ഉപാധികൾ. സൂര്യന്റെ വേറെയാണ്, പ്രകാശം വേറെയാണെന്ന് തോന്നുന്നതിന് കാരണം എന്താണ്? കണ്ണ് തുടങ്ങിയ ഉപാധികൾ കൊണ്ട് അങ്ങനെ തോന്നുന്നു. കാഴ്ച തുടങ്ങിയ ഉപാധികളെ കൊണ്ട്. അതുപോലെ മനസ്സെന്ന് പറയുന്ന ഒരു ഉപാധി, അതുകൊണ്ട് തോന്നുന്നു എന്താണ്? ഈ വിജ്ഞാനം
വിജ്ഞാനാഭാസം വേറെയാണ് എന്ന് തോന്നുന്നു. അതായത് ഈ അനുഭവങ്ങൾ, അറിവ്, ഈ അറിവിന്റെ ഈ ഒഴുക്ക് ഇതാ വിജ്ഞാനത്തിൽ നിന്ന് വേറെയാണെന്ന് തോന്നുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? അത് അങ്ങനെ തോന്നുന്നത് ഒരു ഭ്രാന്തിയാണ്. ഇതെല്ലാം വിജ്ഞാനം എന്നുള്ള നിലയ്ക്ക് ചിന്തിച്ചാൽ, അതിന്റെ വൃത്തികളെല്ലാം വിട്ടിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് വിജ്ഞാനഘനമാണ്, ഇതിൽ അന്തരമായിട്ടൊന്നുമില്ല, ഇതിനെ വേർതിരിക്കാൻ ഒന്നുമില്ല. അത് വേറെ തരത്തിൽ പറഞ്ഞാൽ, ജ്ഞാനത്തിൽ നിന്ന് വിഷയങ്ങളെ വേർതിരിച്ചാൽ, അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ആകാരങ്ങളെ, വൃത്തികളെ, മനോവൃത്തികളെ വേർതിരിച്ചു കഴിഞ്ഞാൽ, വൃത്തി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജ്ഞാനം അത് ഏകരൂപത്തിലിരിക്കുന്നു. അത് ഏകരൂപത്തിൽ ഇരിക്കുന്നതിന് മനസ്സിലാക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ. സുഷുപ്തി, വേറെ വഴിയൊന്നുമില്ല. സുഷുപ്തിയിൽ എങ്ങനെയാണോ ജ്ഞാനം ഇരുന്നത് അതാണ് വിജ്ഞാനഘനം. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ പറയുന്നതാണ്, ഇത് പുസ്തകമാണ്, ഇതൊരറിവാണ് എൻ്റെ ഉള്ളിലുണ്ടായത്, ഇത് വിജ്ഞാനാകാരം. അവിടെ ഇരുന്ന് വിജ്ഞാനഘനം, അവിടെ ഇരുന്നത് സൂര്യന്റെ സ്ഥാനത്ത്. ഇവിടെ പറയുന്നു ഇത് പുസ്തകമാണ്, ഇത് വിജ്ഞാനാകാരം, ഇതാ പ്രകാശത്തിന്റെ സ്ഥാനത്ത്. തത്വത്തിൽ എന്താണ്? അതും ഇതും ഒരേ ഒരു വിജ്ഞാനം തന്നെ. അവിജ്ഞാനം ഈ രൂപത്തിൽ വന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് അത് വിജ്ഞാനാഭാസമാണ്, അല്ലെങ്കിൽ വിജ്ഞാനഛായയാണ്, വിജ്ഞാന പ്രതിബിംബമാണ്. പല ഇതിൽ പറയുന്നു. പരമാർത്ഥത്തിൽ വിജ്ഞാനം എപ്പോഴും അത് വിജ്ഞാനഘനമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഈ അനുഭവപ്പെടുന്ന ഈ വിജ്ഞാനാകാരം വിജ്ഞാനത്തിൽ നിന്ന് വേർപെട്ടതാണെന്നുള്ള ഈ തോന്നലിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വിചാരം, മനനം. അങ്ങനെ ഒരു ഭേദം ഇവിടെ വന്നിട്ടില്ല. യഥാ സുവർണഘനോ അയോഘനൈതി ഏവ ശബ്ദ അവധാരണം. അതാണ് ന അന്യജാത്യന്തരാളം അന്തരാളെ വിദ്യത. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്.